ഏത് വഴി വേണമെങ്കിലും അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് വഴി ചെയ്യാം, ഷെയർസ് മേടിക്കാം, ബോൺസ്, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നമുക്കിപ്പം ഒരു ഐഡിയാസ് ഇപ്പൊ നമ്മൾ പ്രോജക്റ്റ് ബേസ് ചെയ്ത് നമുക്ക് ഉള്ളത് കാരണം നമുക്ക് ആ ഒരു ഐഡിയയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും പോക്കറ്റ് മണി ഉണ്ടല്ലോ, സേവിങ്സ് അതിൽ നിന്ന് തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ്, അതായത് ഇപ്പൊ ഷെയർസ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 100 rupees വെച്ചിട്ട് തന്നെ നമുക്ക് ഷെയർസ് ഓരോന്നിലും മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലായാലും എങ്ങനെ ഒരു 500,000 എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് തന്നെ ഒരു മന്ത്ലി ബേസിസിൽ നമുക്കത് അടിച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിലുള്ള പാൻ കാർഡും ആധാറും ഫോർമാലിറ്റീസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇപ്പൊ പാൻ കാർഡും ആധാർ കോപ്പി അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ഇല്ലാതുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് KYC യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ തുടങ്ങാം. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ? അതെ, തുടങ്ങാം.